ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയ്ക്ക് കണ്ണീരോടെ വിട നൽകി ഇറാൻ. ദശലക്ഷക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തിയ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മുജ്തബ ഖമനൈ ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിന്നു. ആയത്തുള്ള അലി ഖമനയുടെ ജന്മനാടായ മഷ്ഹദിലാണ് രാജ്യത്തെയും അനുയായികളെയും കണ്ണീരിലാഴ്ത്തിയ അവസാനഘട്ട സംസ്കാര ചടങ്ങുകൾ നടന്നത്. 2026 ഫെബ്രുവരി 28-നുണ്ടായ US ഇസ്രായേൽ വ്യോമാക്രമണത്തിലാണ് ഖമനൈ കൊല്ലപ്പെടുന്നത്. ഇറാനിയൻ സൈനിക വിമാനങ്ങളുടെ കനത്ത സുരക്ഷാ കമ്പടിയോടെ ഇന്നലെ രാവിലെയാണ് ഖമനൈയുടെയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മറ്റ് 4 കുടുംബാംഗങ്ങളുടെയും മൃതദേഹങ്ങൾ മഷ്ഹദിൽ എത്തിച്ചത്. നജഫ്, കർബല എന്നിവിടങ്ങളിൽ നടന്ന വികാരനിർഭരമായ അനുശോചന ചടങ്ങുകൾക്ക് ശേഷമാണ് ഭൗതികദേഹം മഷ്ഹദിലേക്ക് കൊണ്ടുവന്നത്. ദശലക്ഷക്കണക്കിന് വിശ്വാസികളാണ് തങ്ങളുടെ പ്രിയ നേതാവിന് അന്ത്യോപചാരം അർപ്പിച്ചത്. വൻ ജനസഞ്ചയമാണ് അലി ഖമനയെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഒത്തുകൂടിയത്. ജനത്തിരക്ക് കാരണം സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ച സമയത്തിൽ നിന്നും ഏറെ വൈകി. സംസ്കാര ചടങ്ങുകളിൽ ഖമനയുടെ 4 മക്കൾ പങ്കെടുത്തു. സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മുജ്തബ ഖമനൈ ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നിവർക്കെതിരെ തെരുവിൽ പ്രതിഷേധം അണപൊട്ടിയൊഴുകി. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.